നമസ്കാരം. തനിനിറം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ചിരിയുടെ രാജാവ് പ്രിയ നടൻ സലീം കുമാർ വിടവാങ്ങി. ചലച്ചിത്ര മേഖലയ്ക്ക് തീരാ നഷ്ടം. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. തൃശൂരിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് വൻ സ്വർണ്ണ കവർച്ച. 45 പവൻ സ്വർണവും 50,000 രൂപയും കവർന്നു. ശക്തമായ കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര പറന്നുപോയി വീടിന് മുകളിലേക്ക് പതിച്ചു. പത്തനംതിട്ട തണ്ണിത്തോട് സെന്റ് ബെനഡിക്ട് MSC ഹൈസ്കൂളിലാണ് സംഭവം. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു. ലോറി ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാട്ടാന ഭീതിയിൽ വടക്കാഞ്ചേരി അകമല ചാക്യാറ നിവാസികൾ. ജനവാസ മേഖലയിൽ ഇറങ്ങി വൻ നാശനഷ്ടം സൃഷ്ടിച്ചു. ആനയുടെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. വാർത്തകൾ വിശദമായി. പതിറ്റാണ്ടുകളോളം മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ചിരിയുടെ രാജാവ് പ്രിയ നടൻ സലീം കുമാർ വിടവാങ്ങി. ചലച്ചിത്ര മേഖലയ്ക്ക് തീരാ നഷ്ടമായ താരത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങൾ ഒഴുകിയെത്തി. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ചിരിയുടെ രാജാവ് നടൻ സലീം കുമാർ വിടവാങ്ങി. ചലച്ചിത്ര മേഖലയ്ക്ക് തീരാ നഷ്ടം. ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച നടന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. കഴിഞ്ഞ രാത്രി 10:43 അന്ത്യം. മൃതദേഹം പറവൂർ ടൗൺ ഹാളിൽ പൊതുദർശനത്തിനെത്തിച്ചപ്പോൾ കലാ, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിക്കാനെത്തി. മുഖ്യമന്ത്രി വി ഡി സതീശൻ പറവൂരിലെത്തി അന്ത്യോപചാരം അർപ്പിച്ചു. ആദാമിന്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ 2010 മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് അർഹനായി. അച്ഛൻ ഉറങ്ങാത്ത വീട് എന്ന സിനിമയിലെ പ്രകടനത്തിന് 2005 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ 2013 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടി. കറുത്ത ജൂതൻ എന്ന ചിത്രത്തിലൂടെ മികച്ച കഥാകൃത്തിനുള്ള 2016 സംസ്ഥാന പുരസ്കാരത്തിനും അർഹനായി. 2013 മികച്ച നടനുള്ള സംസ്ഥാന ടെലിവിഷൻ അവാർഡും കരസ്ഥമാക്കി. എറണാകുളം ചിറ്റാറ്റുകരയിൽ ഗംഗാധരന്റെയും കൗസല്യയുടെയും മകനായി 1969 ഒക്ടോബർ 10 ജനനം. പേരുകേട്ടാൽ മതം തിരിച്ചറിയേണ്ട എന്നു കരുതി പിതാവാണ് സലീം എന്ന് നാമകരണം നൽകിയത്. സ്കൂൾ കാലഘട്ടത്തിൽ അധ്യാപിക നിർബന്ധിച്ചാണ് കുമാർ എന്നുകൂടി ചേർത്ത് സലീം കുമാറാക്കിയത്. മാല്യങ്കര SNM കോളേജിലായിരുന്നു പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം. സിനിമാ നടനാകണമെന്ന മോഹം സഫലമാക്കാൻ ഡിഗ്രിക്ക് മഹാരാജാസ് കോളേജിൽ ചേർന്ന് സ്കൂൾ കാലഘട്ടത്തിൽ മിമിക്രി അവതരിപ്പിച്ചു തുടങ്ങിയെങ്കിലും കോളേജിൽ പഠിക്കുമ്പോഴാണ് മത്സരങ്ങളിൽ പങ്കെടുത്തത്. കലോത്സവങ്ങൾ, എറണാകുളത്തെ സുഹൃത്തുക്കൾ എന്നിവ സിനിമയിൽ എത്താനുള്ള വഴിയായി കണ്ട സലീം കുമാർ MG യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ മിമിക്രിയിൽ 3 തവണ തുടർച്ചയായി 1ാം സ്ഥാനം നേടി. കൊച്ചിൻ കലാഭവൻ, സാഗർ തുടങ്ങിയ ട്രൂപ്പുകളിലൂടെ വേദികളിലും സജീവമായി. പിന്നീടങ്ങോട്ട് എണ്ണിയാലൊടുങ്ങാത്ത സിനിമകളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച മഹാനടന്റെ വിയോഗം ചലച്ചിത്ര മേഖലയ്ക്ക് തീരാ നഷ്ടമാവുകയാണ്. തൃശൂരിൽ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് വൻ സ്വർണ്ണ കവർച്ച. 45 പവൻ സ്വർണവും 50,000 രൂപയും കവർന്നു. ഒല്ലൂക്കര സ്വദേശി സോമശേഖരന്റെ വീട്ടിലാണ് നാടിനെ ഞെട്ടിച്ച മോഷണം അരങ്ങേറിയത്. തൃശൂരിൽ വൻ സ്വർണ്ണ കവർച്ച. ഒല്ലൂക്കര സ്വദേശി സോമശേഖരന്റെ വീട്ടിലെത്തിയ മോഷ്ടാക്കൾ ഗൃഹനാഥനെ കെട്ടിയിട്ട് മർദ്ദിച്ച് 45 പവൻ സ്വർണം കവർന്നു. ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് നാടിനെ ഞെട്ടിച്ച സംഭവം നടന്നത്. മോഷ്ടാക്കൾ പുറകുവശത്തെ വീടിന്റെ ഗ്രിൽ പൊളിച്ചാണ് അകത്തു കയറിയിട്ടുള്ളത്. ഉറക്കത്തിലായിരുന്ന ഗൃഹനാഥനെ കിടപ്പുമുറിയിൽ കെട്ടിയിട്ട് അലമാരയിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കവർന്ന് മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു. മോഷ്ടാക്കൾ 3 പേരും ഹിന്ദി സംസാരിക്കുന്നവരായിരുന്നെന്ന് ഗൃഹനാഥൻ പറയുന്നു. മോഷ്ടാക്കൾ രക്ഷപ്പെട്ടതിന് പിന്നാലെ സ്വയം കെട്ടഴിച്ച് പുറത്തേക്ക് ഓടിവന്ന സോമശേഖരൻ അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു. മോഷണ സമയത്ത് ഗൃഹനാഥൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. മണ്ണുത്തി പോലീസ് സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ച് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രദേശത്തെ CCTVകൾ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ്. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി റോഡരികിലെ മതിലിടിച്ച് തകർത്ത് വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു. ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാസർഗോഡ് തൃക്കരിപ്പൂരിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട ടിപ്പർ ലോറി റോഡരികിലെ മതിൽ ഇടിച്ചു തകർത്ത് വീട്ടുമുറ്റത്തേക്ക് മറിഞ്ഞു. ഇന്നു രാവിലെ 11:30 അപകടം സംഭവിച്ചത്. അപകട സമയം വീടിന് മുന്നിലും പ്രദേശത്തും മറ്റ് കാൽനട വാഹന യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ല. ഇതും ആശ്വാസമായി.
തൃക്കരിപ്പൂർ ഭാഗത്ത് നിന്ന് നടക്കാവ് ഭാഗത്തേക്ക് മണ്ണ് കയറ്റി പോവുകയായിരുന്ന ടിപ്പർ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. മുൻവശത്തെ ടയർ പൊട്ടിത്തെറിച്ചതാണ് അപകടത്തിന് വഴിവെച്ചത്. വാഹനത്തിലുണ്ടായിരുന്ന ലോറി ഡ്രൈവർ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ മതിൽ തകർന്ന നിലയിലാണ്. ശക്തമായ കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് പറന്നുപോയി. തൊട്ടടുത്ത വീടിന് മുകളിലേക്കാണ് പതിച്ചത്. പത്തനംതിട്ട തണ്ണിത്തോട് സെന്റ് ബെനഡിക്ട് MSC ഹൈസ്കൂളിലാണ് സംഭവം. ശക്തമായ കാറ്റിൽ സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്ന് പറന്നുപോയി തൊട്ടടുത്ത വീടിന് മുകളിലേക്ക് പതിച്ചു. പത്തനംതിട്ട തണ്ണിത്തോട് സെന്റ് ബെനഡിക്ട് MSC ഹൈസ്കൂളിലാണ് സംഭവം. ഞായറാഴ്ചയായതിനാൽ സ്കൂളിൽ കുട്ടികളില്ലാതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു സംഭവം. വലിയ ശബ്ദത്തോടെ ഷീറ്റ് മേഞ്ഞ മേൽക്കൂര ഒന്നാകെ പറന്ന് തൊട്ടടുത്ത ആൾതാമസമില്ലാത്ത വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. മേൽക്കൂര താങ്ങി നിർത്തിയിരുന്ന ഇരുമ്പ് കമ്പികളും നിലം പതിച്ചു. വീടിനും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സ്കൂൾ തുറന്ന ദിവസങ്ങൾ പിന്നീട് മുമ്പുണ്ടായ സംഭവത്തിന്റെ കാരണവും വ്യക്തമാവേണ്ടതുണ്ട്. കാട്ടാന ഭീതിയിൽ വടക്കാഞ്ചേരി അകമല ചാക്യാറ നിവാസികൾ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വൻ നാശനഷ്ടം സൃഷ്ടിച്ചു. റോഡിലൂടെ എത്തിയ ആനയുടെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. കാട്ടാന ഭീതിയിൽ വടക്കാഞ്ചേരി അകമല ചക്യാറ നിവാസികൾ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാന വൻ നാശനഷ്ടം സൃഷ്ടിച്ചു. റോഡിലൂടെ എത്തിയ ആനയുടെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോടെയാണ് കാട്ടാന എത്തിയത്. ചെടികളും ചെറുപനകളും ചക്കയുമെല്ലാം ഭക്ഷിച്ചാണ് ആന മേഖലയിൽ നിന്ന് പിൻവാങ്ങിയത്. എരിഞ്ഞിക്കാട്ടിൽ ജയേഷ് കുമാറിന്റെ വീടിന്റെ മുൻവശത്തുള്ള പ്ലാവിൽ നിന്നുള്ള ചക്ക ഭക്ഷിച്ചു. പറമ്പിലുള്ള പനകളും കുത്തിമറിച്ചിട്ടു. മുറ്റത്തുള്ള ചെടികളും നശിപ്പിച്ചു. സമീപവാസിയായ ഉഷാശങ്കറിന്റെ വീട്ടിലും സമാനമായ രീതിയിൽ നാശനഷ്ടം സൃഷ്ടിച്ച കാട്ടാന പരിസരമാകെ ഭീതി വിതച്ചു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി പടക്കം പൊട്ടിച്ചും മറ്റും മേഖലയിൽ നിന്നും ആനയെ തുരത്താൻ ശ്രമം നടത്തി. തുടർച്ചയായ കാട്ടാന ശല്യം പ്രദേശവാസികളെ വലിയ ആശങ്കയിലാഴ്ത്തുകയാണ്. പ്രശ്നപരിഹാരത്തിനായി അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ഇതോടുകൂടി വാർത്തകൾ പൂർണ്ണമായി. തുടർന്നുള്ള വാർത്തകൾക്കായി ഞങ്ങളുടെ YouTube ചാനൽ ഫോളോ ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിൻ മനം സ്വർണ്ണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.